ആകാശങ്ങൾ അവയുടെ പ്രാപഞ്ചിക നൃത്തത്തിൽ ഭ്രമണം ചെയ്യുന്നു. അവയ്ക്കുള്ളിൽ ഭരണി നക്ഷത്രം തിളങ്ങുന്നു. ഇത് പോഷണം, പരിവർത്തനം, സഹിഷ്ണുത എന്നിവയുടെ ഒരു നക്ഷത്ര സമൂഹമാണ്. 27 ചന്ദ്രമന്ദിരങ്ങളിൽ രണ്ടാമതായ ഭരണി ഫലഭൂയിഷ്ഠത, ത്യാഗം, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള പവിത്രമായ സന്തുലിതാവസ്ഥ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അച്ചടക്കത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ദേവനായ യമൻ ഭരിക്കുന്ന ഈ നക്ഷത്രം ഉത്തരവാദിത്വത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ശക്തമായ ശക്തികളെ പ്രതിനിധീകരിക്കുന്നു. അതിൽ അസ്തിത്വത്തിൻ്റെ ആഴമേറിയ സത്വങ്ങൾ വഹിക്കുന്നു. ജനനം, സംരക്ഷണം, പുതുക്കൽ എന്നിവയുടെ ചക്രത്തെ ഉൾക്കൊള്ളുന്ന രാശിചക്രത്തിൻ്റെ പ്രപഞ്ചത്തൊട്ടിലാണ് ഭരണി. അതിൻ്റെ ചിഹ്നമായ യോനി ജീവൻ പ്രവേശിക്കുന്ന വഴിയെ സൂചിപ്പിക്കുന്നു. സൃഷ്ടിയെ നിലനിർത്താൻ ആവശ്യമായ സഹിഷ്ണുതയെ ഓർമ്മിപ്പിക്കുന്നു. ഇത് രൂപാന്തരീകരണത്തിൻ്റെ ഒരു നക്ഷത്രമാണ്. ഫലഭൂയിഷ്ഠമായ പരിപോഷിക്കുന്ന, എന്നാൽ പുനർജന്മത്തിനായി നീലം നീക്കം ചെയ്യാനും ശുദ്ധീകരിക്കാനും ഒരുക്കാനും കഴിവുണ്ട് ഭരണിക്ക്. ഭരണാധികാരി ശുക്രനാണ്. രാശി മേടമാണ്. ദേവത യമനാണ്. മരണത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും നാഥൻ. ചിഹ്നം യോനിയാണ്. സ്ത്രീ അവയവം. ശക്തി മാലിന്യങ്ങളെ കൊണ്ടുപോകാനും നീക്കം ചെയ്യാനുമുള്ള ശക്തി. പ്രചോദനം സമൃദ്ധി, ഭൗതിക ഉപങ്ങൾ. മൃഗം ആന ആണ്. ജാതി മനുഷ്യനാണ്. തത്വം ഭൂമിയാണ്. ഗുണം രാജസാണ്. മേടരാശിയിൽ 13 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെ നീളുന്ന ഭരണി ഉജ്ജ്വലമായ ചലനാത്മകതയും നക്ഷത്രാധിപനുമായ ശുക്രൻ ഇന്ദ്രിയശുദ്ധിയും സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്നു. ഇതൊരു ഇരട്ട ശക്തി സൃഷ്ടിക്കുന്നു. പരിപോഷിക്കാനും സൃഷ്ടിക്കാനും പരിഷ്കരിക്കാനുമുള്ള കഴിവിനോടൊപ്പം പ്രവർത്തിക്കാനുള്ള പ്രേരണയും. യമൻ അധ്യക്ഷനായ ഭരണി ജനനം, മരണം, പുനർജന്മം എന്നീ ചക്രങ്ങളുടെ അനിവാര്യതയെ ഉൾക്കൊള്ളുന്നു. സാർവത്രിക നിയമത്തിന് അനുസൃതമായി അച്ചടക്കം, ഉത്തരവാദിത്വം, ധാർമ്മിക ജീവിതം എന്നിവയുടെ പ്രാധാന്യം ഇത് പഠിപ്പിക്കുന്നു. ഭരണിയിൽ ജനിച്ചവർക്ക് സ്വാഭാവികമായ സഹിഷ്ണുതയും പ്രതിരോധ ശക്തിയും പരിവർത്തന ശക്തിയുമുണ്ട്. ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യമായി നേരിടുന്നതോടൊപ്പം ജീവിതത്തെ പരിപോഷിപ്പിക്കാനും നിലനിർത്താനുമുള്ള കഴിവ് അവർക്കുണ്ട്. ഗർഭപാത്രവുമായുള്ള ബന്ധത്താൽ ഭരണി പരിധികൾ, അസ്തിത്വത്തിലേക്കുള്ള പ്രവേശനം, ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങൾ, അവസാനങ്ങളെ തുടർന്നുള്ള പുതുക്കൽ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. സൃഷ്ടി എളുപ്പമുള്ളതോ അല്ലെന്ന് ഈ നക്ഷത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിന് ത്യാഗം, ഉത്തരവാദിത്തം, ശുദ്ധീകരണം എന്നിവ ആവശ്യമാണ്. ഭരണി ഒരേ സമയം വാഹകനും ശുദ്ധീകരണകാരിയുമാണ്. പ്രപഞ്ച സത്യവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് സൃഷ്ടിയുടെ ഭാരം നിലനിർത്തുകയും അതിനെ പുതുക്കുകയും ചെയ്യുന്നു. ഭഗവാൻ യമനെക്കുറിച്ച്. ഭരണി നക്ഷത്രത്തിൻ്റെ അധിപൻ മരണത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ദേവനായ യമനാണ്. സൂര്യപുത്രനായ യമൻ ജീവിതത്തിൽ നിന്നും മരണത്തിലേക്കുള്ള ആത്മാവിൻ്റെ പരിവർത്തനത്തെ നിയന്ത്രിക്കുന്നു. കർമ്മ നിയമം അനുസരിച്ച് ഓരോ ജീവിക്കും ന്യായമോ പ്രതിഫലമോ പരിണിതഫലമോ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. മാറ്റത്തിൻ്റെ അനിവാര്യത, സഹിഷ്ണുതയുടെ ശക്തി, ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ ശാശ്വത ചക്രം എന്നിവ അദ്ദേഹം ഉൾക്കൊള്ളുന്നു. ഋഗ്വേദത്തിൽ മരണം അനുഭവിച്ച ആദ്യത്തെ മർത്യനായ യമനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പൂർവികരുടെ ഭരണാധികാരിയായി. വെറുമൊരു ശിക്ഷകൻ എന്നതിലുപരി അദ്ദേഹം നീതിമാനും നിഷ്പക്ഷനും ന്യായാധിപനും തെക്കൻ ദിശയുടെ കാവൽക്കാരനും പ്രപഞ്ചക്രമം നിലനിർത്തുന്നവനുമാണ്. അദ്ദേഹം സത്യം, സംയമനം, ദൃശ്യവും അദൃശ്യവുമായ ലോകങ്ങൾക്കിടയിൽ ഐക്യം നിലനിർത്തുന്ന നീതിമാനായ പാത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഭരണി യമൻ്റെ ഗുണങ്ങളായ അച്ചടക്കം, ആത്മനിയന്ത്രണം, ഉത്തരവാദിത്വം, പരിവർത്തനം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. യോനി സൃഷ്ടിയുടെ കടന്നുപോകലിനെ പ്രതീകപ്പെടുത്തുന്നത് പോലെ യമൻ ലയനത്തിൻ്റെ കടന്നുപോകലിനെ പ്രതീകപ്പെടുത്തുന്നു. രണ്ടും ശാശ്വത ചക്രത്തിൻ്റെ ആവശ്യഭാഗങ്ങളാണെന്ന് പഠിപ്പിക്കുന്നു. ഒരുമിച്ച് ജീവിതവും മരണവും വിപരീതമല്ല, പൂരകങ്ങളാണ്. അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിവർത്തനമില്ലാതെ സൃഷ്ടി നിലനിൽക്കില്ല. ഭരണിയുടെ കീഴിൽ ജനിച്ച വ്യക്തികൾക്ക് അധിപനായ യമൻ ഇനി പറയുന്ന കാര്യങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. ജീവിതത്തിലെ മാറ്റങ്ങളെ ധൈര്യത്തോടെയും അന്തസ്സോടെയും സ്വീകരിക്കുക. കടമയും ആഗ്രഹവും ആസ്വാദനവും നിയന്ത്രണവും സന്തുലിതമാക്കുക. കടപ്പാടിനെ ജ്ഞാനമായും ഉത്തരവാദിത്തത്തെ ശക്തിയായും മാറ്റുക. ഭരണി നക്ഷത്രം യമൻ്റെ അചഞ്ചലമായ ശക്തിയെയും പ്രപഞ്ച നിയമത്തെയും സംവേദനം ചെയ്യുന്നു. ധാർമ്മികമായും ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുള്ള അവബോധത്തോടെയും ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിജീവനം മാത്രം പോരാ എന്ന് യമൻ പഠിപ്പിക്കുന്നു. യഥാർത്ഥ ജീവിത വളർച്ച, സഹിഷ്ണുത, പുതുക്കൽ, നീതിനിഷ്ഠമായ ജീവിതം എന്നിവയിൽ നിന്നാണ് വരുന്നത്. തൻ്റെ രക്ഷാകർത്തൃത്വത്തിലൂടെ ഭരണി ശുദ്ധീകരണത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും നക്ഷത്രമായി മാറുന്നു. ആത്മാക്കളെ ധർമ്മവുമായി പൊരുത്തപ്പെടാനും അസ്തിത്വത്തിൻ്റെ ശാശ്വത താളം സ്വീകരിക്കാനും നയിക്കുന്നു. സൃഷ്ടിയുടെ പവിത്രമായ ഗർഭാശയമായ യോനിയാണ് ഭരണി നക്ഷത്രത്തെ പ്രതീകപ്പെടുത്തുന്നത്. ഈ ചിഹ്നം പ്രത്യുൽപാദനശേഷി, വളർച്ച, പരിവർത്തനം എന്നിവയെ പ്രതിഫലിക്കുന്നു. ജീവൻ്റെ ഉയർന്നുവരുന്ന കവാടത്തെയും യമൻ്റെ രക്ഷാകർത്തൃത്വത്തിൽ എല്ലാ ജീവജാലങ്ങളും ഒടുവിൽ മടങ്ങി വരേണ്ട ഓർമ്മപ്പെടുത്തുന്നതിനെയും പ്രതികരിക്കുന്നു. പുനർജന്മത്തിൻ്റെ ശാശ്വത ചക്രത്തിൽ ഇഴതേർന്ന അസ്തിത്വം, സൃഷ്ടി, ലയനം, ജനനം, മരണം എന്നിവയുടെ ദ്വന്ദ്വസക്തികളെ
യോനി ഉൾക്കൊള്ളുന്നു. ഭരണിയുടെ പ്രതീകാത്മകത, സഹിഷ്ണുത, ഉത്തരവാദിത്തം, സംയമനം എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗർഭപാത്രം സൃഷ്ടിയുടെ ഭാരം വഹിക്കുന്നതുപോലെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതിൻ്റെ പരീക്ഷണങ്ങളെ ചെറുക്കാനും ആവശ്യമായ ശക്തി ഭരണി പഠിപ്പിക്കുന്നു. യോനി ലാളിത്യത്തെ പ്രതീകപ്പെടുത്തുന്നില്ല, മറിച്ച് സൃഷ്ടിയുടെ പരിവർത്തനത്തെ പറ്റിയാണ് പറയുന്നത്. ഭരണി നക്ഷത്രത്തിൽ ശക്തിയുടെ പ്രാധാന്യം. ഭരണി നക്ഷത്രത്തിൻ്റെ പരിവർത്തനമായ ഊർജ്ജം, അതിൻ്റെ ആഴം അതിൻ്റെ ഗ്രഹാധിപനായ ശുക്രനിൽ ഉൾക്കൊള്ളുന്നു. വേദസാഹിത്യത്തിൽ ശുക്രൻ സൗന്ദര്യത്തെ പ്രദാനം ചെയ്യുന്നു. ഭരണി നക്ഷത്രക്കാരുടെ തീവ്രത പാദത്തിൽ നിറഞ്ഞിരിക്കുന്നു. പരിവർത്തനം, ആഴം, പ്രതിരോധശക്തി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. തദ്ദേശീയർ അവബോധജ്ഞരും ജീവിതത്തിൻ്റെ നിഗൂഢതകൾ പരിവേഷണം ചെയ്യാൻ ആകർഷിക്കപ്പെട്ടവരുമാണ്. പലപ്പോഴും മനോശാസ്ത്രം, രോഗശാന്തി, ഗവേഷണം അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ എന്നിവയിൽ മികവ് പുലർത്തുന്നു. അവർക്ക് പ്രതിസന്ധികളെ ശക്തിയോടെ കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നാൽ വൈകാരിക പ്രക്ഷുബ്ധത, രഹസ്യം അല്ലെങ്കിൽ ആസക്തി എന്നിവയിൽ നിന്നും ജാഗ്രത പാലിക്കണം. വൈകാരിക പ്രതിരോധ ശക്തിയും തുറന്ന മനസ്സും വളർത്തിയെടുക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ആഴത്തെ തങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ജ്ഞാനത്തിലേക്കും രോഗശാന്തിയിലേക്കും നയിക്കാൻ കഴിയും. ഭരണി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങൾ അതിൻ്റെ മുഴുവൻ സ്പെക്ട്രവും വെളിപ്പെടുത്തുന്നു. ചിങ്ങം സൃഷ്ടിപരമായ കഴിവും നേതൃത്വപാഠവും. കന്നി വിശകലന കൃത്യതയും ഉത്തരവാദിത്വം. തുലം ഐക്യം, സൗന്ദര്യം, നയതന്ത്രം. വൃശ്ചികം തീവ്രത, പരിവർത്തനം, ആഴം. ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ. പ്രതിരോധശക്തിയും ദൃഢനിയന്ത്രണം. ഈ ദൃഢനിശ്ചയം ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ വളരെ ധൈര്യത്തോടെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നു. നിർഭയരെങ്കിലും ചിലപ്പോൾ പിടിവാശിക്കാർ. അവരുടെ ധീരമായ സ്വഭാവമാണ് അവരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളോ വെല്ലുവിളികളോ നേരിടാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അതേ ഉറച്ച സ്വഭാവം അവരെ കഠിനരും ശാഠ്യക്കാരും അടുപ്പമുള്ളവരുമാക്കും. പരിപോഷണവും സംരക്ഷണവും. ഭരണിക്കാർക്ക് ആഴമായ കരുതലുള്ളവരാണ്. പലപ്പോഴും ആവശ്യങ്ങൾക്ക് രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നു. ശാരീരിക രൂപം. ഭൂമിയുടെ മനോഹരതയെ സംരക്ഷിക്കുന്ന സാന്നിധ്യം. ശക്തമായതും എന്നാൽ ആകർഷകവുമായ ഒരു സാന്നിധ്യം അവർക്കുണ്ട്. അത് ശ്രദ്ധ ആകർഷിക്കുന്നു. തിളക്കമുള്ള കണ്ണുകളുള്ള കരുത്തുറ്റ സവിശേഷതകൾ. ശാരീരികമായി ഭരണി സ്വദേശിക്കാർ പലപ്പോഴും ശക്തവും വ്യക്തിത്വവുമായ മുഖസവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു. ഭരണി നക്ഷത്ര സ്ത്രീ. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെയധികം സർഗാത്മകവും പരിചരണവും ആവശ്യമുള്ള തൊഴിലുകളിൽ മിടുക്കരാണ്. ഭരണി നക്ഷത്ര പുരുഷൻ. അഭിലാഷവും പ്രായോഗികവുമുള്ള ഈ നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിൽ ജനിച്ച പുരുഷന്മാർ ഉത്തരവാദിത്തങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ മിതത്വം പാലിക്കുന്നവരാണ്. അഭിലാഷവും വിശ്വസ്തതയും സന്തുലിതമായ അവരെ ആശ്രയിക്കുന്ന നേതാക്കളാകുന്നു. ഭരണി നക്ഷത്രത്തിൻ്റെ ബന്ധങ്ങളും അനുയോജ്യങ്ങളും. ഭരണി നക്ഷത്രങ്ങൾ ദാമ്പത്യ ജീവിതത്തിന് തീവ്രത, വിശ്വസ്തത, പരിപോഷണ മനോഭാവം എന്നിവ കൊണ്ടുവരുന്നു. ശക്തമായ ഇച്ഛാശക്തിയും വികാരഭരിതവുമാണെങ്കിലും അധികാരത്തിനുള്ള ഏറ്റുമുട്ടലുകൾ അവർ വിമുഖരല്ല. ഭരണി നക്ഷത്രത്തിൻ്റെ വിവാഹ അനുയോജ്യത. ബുധൻ ഭരിക്കുന്ന അശ്വിനി, മൃഗശിരൻ തുടങ്ങിയ നക്ഷത്രങ്ങളുമായി ഏറ്റവും പൊരുത്തപ്പെടുന്നു. ഈ നക്ഷത്രങ്ങൾ ഭരണിയുടെ തീവ്രവും ദൃഢനിശ്ചയവുമായ ബന്ധങ്ങൾ വളർത്തുന്നു. വിവാഹത്തിലെ വെല്ലുവിളികൾ. ഭരണി ജനതയുടെ ശക്തമായ ഇച്ഛാശക്തിയും ഉയർന്ന പ്രവണതകളും ചിലപ്പോൾ സംഘർഷങ്ങൾക്ക് കാരണമാകാം. ഭരണി നക്ഷത്രം സ്ത്രീ വിവാഹ ജീവിതം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആഴത്തിൽ അർപ്പണബോധമുള്ള പങ്കാളികളാണ്. കുടുംബജീവിതത്തിൽ കൃപയോടും ദൃഢനിശ്ചയത്തോടും കൂടി കൈകാര്യം ചെയ്യുന്നതിൽ അവർ മികവ് പുലർത്തുന്നു. അവർ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പോഷണാത്മകവും എന്നാൽ ഉറച്ചതുമായ ഊർജ്ജം കൊണ്ടുവരുന്നു. സാധാരണയായി അവരുടെ കുടുംബത്തിലെ ശക്തിയുടെ തൂണുകളാണ് അവർ. ഭരണി നക്ഷത്ര പുരുഷ വിവാഹ ജീവിതം. ഭരണി നക്ഷത്രത്തിൽ സ്വാധീനിക്കപ്പെടുന്ന പുരുഷന്മാർ വളരെ കരുതലുള്ളതും ഇണയോട് ആഴത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതുമാണ്. കുടുംബക്ഷേമം നിലനിർത്തുന്നതിൽ എപ്പോഴും താല്പര്യമുള്ളവരാണ്. കരിയർ, പ്രൊഫഷണൽ, സാങ്കേതിക വശങ്ങൾ. കലാകാരന്മാരും സൃഷ്ടാക്കളും. അഭിഭാഷകരും പരിചരണം നൽകുന്നവരും സാമൂഹിക പ്രവർത്തകരും. ബിസിനസ് എക്സിക്യൂട്ടീവുകളും നേതാക്കളും. എഴുത്തുകാരും തത്വചിന്തകരും. ജീവിതത്തിൻ്റെ ശക്തമായ ഊർജ്ജങ്ങളുടെ പ്രപഞ്ചപാത്രമായ ഭരണി നക്ഷത്രം സൃഷ്ടി, സഹിഷ്ണുത, പരിവർത്തനം എന്നിവയുടെ ശക്തിയെ ഉൾക്കൊള്ളുന്നു.